പഞ്ഞക്കെടുതിയിൽ പോലും പാതയിൽ പാട്ടും ഭജനയും ആഘോഷം. അതാണ് കേരളത്തിൻ്റെ ഒരു രീതി. കൃഷ്ണാഷ്ടമി എന്ന കവിതയുടെ ഈരടികളാണ് ഞാൻ പറഞ്ഞത്. ഓണം ഇങ്ങ് പടിവാതിക്കൽ എത്തി. വയനാട് ദുരന്തം നമ്മുടെ നെഞ്ചാകെ തകർത്ത് കളഞ്ഞു. നമുക്ക് വേദനയുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷം, അതായത് ഓണം വാരാഘോഷം വേണ്ട എന്ന് വച്ചു. വളരെ നല്ല കാര്യം. ഒപ്പം തന്നെ സർക്കാർ 5 സംസ്ഥാനങ്ങളിൽ 18 ലക്ഷം രൂപ മുടക്കി പരസ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ അതും ഒരു വശത്ത്. എന്നാൽ നമ്മുടെ ഓണക്കാലം, ക്രിസ്മസ് കാലം, അതുപോലെ ഉത്സവ സീസൺ, ഈ സീസണുകളിൽ കിട്ടുന്ന ചെറിയ ചെറിയ വേദികളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഉപജീവനം കഴിക്കുന്ന ബഹുഭൂരിപക്ഷം കലാകാരന്മാരുടെയും പള്ളയിലടിക്കുന്ന തീരുമാനമായി പോയി ഓണം പരിപാടികൾ വേണ്ട എന്ന് വെച്ചത്. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ വേണ്ട എന്ന് വച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ വേണ്ട എന്ന് വെച്ചത് വളരെ നല്ല കാര്യം. കാരണം ആ ഫണ്ട് കൂടി നമുക്ക് വയനാടിൽ വിനിയോഗിക്കാം, വയനാട് ദുരിത ആശ്വാസത്തിന് വിനിയോഗിക്കാം. വളരെ നല്ല കാര്യം. കാരണം അതിന് ഒരു ചെറിയ ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടാം. സർക്കാരിനെ വിമർശിക്കുന്നത് എന്ന് കരുതേണ്ട. കേരളീയത്തിന് പൊട്ടിച്ച കോടികൾ നമുക്കറിയാം. കേരളീയം എന്ന പരിപാടി നടത്തിയപ്പോൾ പൊട്ടിയത് കോടികളാണ്. എന്നാൽ കിട്ടിയതോ യാതൊന്നും ഇല്ലതാനും. അതുപോലെ സാംസ്കാരിക പരിപാടികൾ നടത്തി സർക്കാരിന് കാശ് പൊട്ടിക്കാമെന്നല്ലാതെ യാതൊരു നേട്ടവുമില്ല. അതുകൊണ്ട് കാശ് പൊട്ടിക്കാതിരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത് ദുരിതാശ്വാസത്തിന് വിനിയോഗിക്കുന്നതും നല്ല കാര്യം തന്നെ. എന്നാൽ ക്ലബ്ബുകളും മറ്റ് അനുബന്ധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും നടത്തുന്ന ഓണാഘോഷ പരിപാടികൾക്ക് പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിലങ്ങിടുന്നത് എന്തിനാണ് എന്ന് അറിയാൻ കഴിയുന്നില്ല. എന്തിനാണ് ഈ സാധുക്കൾ? അവർ ഉപജീവന മാർഗമല്ലേ അവരുടേത്? കൊല്ലത്ത് കലാഗ്രാമം പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കാരണം അവർ ലക്ഷക്കണക്കിന് രൂപ പലിശക്കെടുത്തും കടം വാങ്ങിയും ഒക്കെയാണ് നാടകം ചിട്ടപ്പെടുത്തിയത്. അതുപോലെ ഗാനമേള, മിമിക്രി, ചെണ്ടമേളം, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ പരിപാടികൾ. അതിന് നാടകത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു നാടകം അണിയിച്ചൊരുക്കി എടുക്കാൻ, അത് അരങ്ങിലെത്തിക്കാൻ. അങ്ങനെ 50-ലധികം പരിപാടികൾ, അതായത് ബുക്ക് ചെയ്യപ്പെട്ട 50-ലധികം പരിപാടികൾ വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നുവെന്ന് വേണു ശ്രീലയം എന്ന ബുക്കിംഗ് ഏജന്റ് പറയുന്നു. അദ്ദേഹം പറയുന്ന സങ്കടത്തോടു കൂടിയാണ്. വേണു ശ്രീലയം പറയുന്നത് സങ്കടത്തോടു കൂടിയാണ്. 50-ലധികം പരിപാടികൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. ആലോചിച്ച് നോക്കുക. ഈ 50 പരിപാടികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വിഭാഗത്തിലെ ആളുകൾ വരും? കലാകാരന്മാർ വരുന്നുണ്ട്, പന്തൽ തൊഴിലാളികൾ വരുന്നുണ്ട്, ലൈറ്റും സൗണ്ടും, അതായത് മൈക്ക് സെറ്റുകാർ. ഈ വലിയ ആളുകളല്ല, ചെറിയ ആളുകൾ, ലൈറ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന ആളുകൾ. അവർക്കൊക്കെ ഈ ഉത്സവ സീസണിലാണ് എന്തെങ്കിലും ലഭിക്കുന്നത്. അതുപോലെ വണ്ടി ഓടുന്ന ആളുകൾ, അവർക്ക് ഈ സമയത്താണ് വരുമാനം ഇനത്തിൽ എന്തെങ്കിലും കിട്ടുന്നത്. ഉത്സവ സീസണിലാണ്. ഉത്സവ സീസൺ പറയുന്നത് ഈ ഓണക്കാലത്ത്, അതുപോലെ അമ്പലങ്ങളിലെ ഉത്സവം, പള്ളികളിലെ ഉത്സവം, ഇതൊക്കെ ഓരോ സീസണിലാണല്ലോ നടക്കുന്നത്. ഈ സീസണിലാണ് ഇത് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഓണക്കാലത്ത് അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നത് പോലെയായി. മൈക്ക് സെറ്റിനാണെങ്കിൽ പോലീസുകാർ അനുമതി നൽകുന്നില്ല എന്നാണ് ക്ലബ്ബുകാരുടെ പരാതി. എന്തിനാണ് ഇങ്ങനെ? എന്തിനാണ് ഈ പട്ടിണി പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നത്? അതേ സമയം തന്നെ അത്തച്ചമയ ഘോഷയാത്ര വിലക്കുണ്ടോ? ഇല്ല. ആറന്മുള വള്ളസദ്യ വിലക്കുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ അതൊക്കെ ആകാം, ഇവിടെ ഇതൊന്നും പാടില്ല. ഇത് ശരിയാണോ? ആ ആഘോഷങ്ങൾ പോലെ തന്നെയല്ലേ ഇവിടെയും? ആ ആഘോഷങ്ങളെക്കാൾ എത്രയോ മാറ്റു കുറഞ്ഞ ചെറിയ ആഘോഷങ്ങളാണ് ക്ലബ്ബുകളിലൊക്കെ നടക്കുന്നത്. ക്ലബ്ബുകളിൽ ഏറിയാൽ എന്ത് നടക്കും? ഒരു ഗാനമേള നടക്കും, അല്ലെങ്കിൽ ഒരു മിമിക്രി നടക്കും. ഇവിടെ കൂടുന്നത് ഏറിയാൽ 100-200 ആളുകൾ ഒത്തുകൂടി അവരുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയോ അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ പരിപാടിയോ ആയിട്ടായിരിക്കും ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. അതും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ദുരിതാശ്വാസത്തിന് കൊടുക്കാനോ അങ്ങനെ തന്നെയായിരിക്കും വിനിയോഗിക്കുന്നത്. നമുക്കറിയാം പ്രളയകാലം, കോവിഡ് കാലം. ഈ പ്രളയത്തിനും കോവിഡിനും ഒക്കെ കുറേ കലാകാരന്മാരുടെയൊക്കെ പട്ടിണിയൊക്കെ കണ്ടതാണ്. അതേ അവസരം തന്നെ ഈ മൈക്ക് സെറ്റ് ഓപ്പറേറ്റർമാർ എത്ര പേരാണ് ആത്മഹത്യ ചെയ്തതെന്നറിയാവോ? 2 പേർ ആത്മഹത്യ ചെയ്തു. എനിക്ക് നേരിട്ടറിയാം. ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റർമാരുടെ സംഘടനയുടെ നേതാവ് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് 2 പേർ ആത്മഹത്യ ചെയ്തു സംസ്ഥാനത്ത്.
എന്തിനാണ് ഇവരെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്? ഇവർ കലാഗ്രാമത്തിന്റെ ഒരു ആള് കെ രവിവർമ്മ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റർ ഉണ്ട്, ബുക്കിംഗ് ഏജന്റുമാരുണ്ട്, സെറ്റ് ഓപ്പറേറ്റർമാരുണ്ട്. അതായത് സെറ്റ് എന്ന് പറയുന്നത് ഈ പന്തൽ പോലെ തന്നെ സ്റ്റേജിനകത്ത് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സെറ്റ് നിർമ്മിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കാറ്ററിംഗുകാർ, ഇങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ഓണക്കാലത്തെ ചെറിയ ചെറിയ ഉത്സവങ്ങളും ആഘോഷങ്ങളും കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ആളുകൾ, അവരുടെ ആകെ പള്ളക്കടിക്കുന്ന പരിപാടിയായി പോയി ഈ ഓണാഘോഷം വേണ്ട എന്ന് വയ്ക്കുന്നത്. ഓണാഘോഷം വേണ്ട എന്ന് വയ്ക്കുമ്പോഴും വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, സർക്കാരിൻ്റെ ഓണം വാരാഘോഷം വേണ്ട എന്ന് വെച്ച പരിപാടി 100% നല്ലതാണ്. കാരണം സർക്കാരിൻ്റെ സാംസ്കാരിക ആഘോഷങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക ധൂർത്താണ്. അതിന് ഒന്നാം തരം ഉദാഹരണമാണ് കേരളീയം. കോടികൾ പൊട്ടിച്ചു നടത്തിയ കേരളീയം കൊണ്ട് സർക്കാരിന് 1 രൂപ പോലും വരുമാനമോ 1 രൂപ പോലും ലാഭമോ ഉണ്ടായിട്ടില്ല. അത് ചില ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അത് സർക്കാരിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ സാംസ്കാരിക വാരാഘോഷം നടത്തിയാലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചത് വളരെ നല്ല കാര്യം. പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസുകാരും ഈ സാധാരണ ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും നടത്തുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങൾക്ക് എന്തിനാണ് വിലങ്ങ് തീർക്കുന്നത്, എന്തിനാണ് തടസ്സം നിൽക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അത് പാടില്ല. ഓണം ഇങ്ങ് പടിക്കലെത്തുന്നു, ചിങ്ങം പിറക്കാൻ പോകുന്നു, ഓണം അടുത്ത മാസം ആദ്യം ഓണം വരുന്നു. ആകെ കിട്ടുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ ചടങ്ങുകളായിരിക്കും. ഉത്രാടം മുതലോ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരിക്കും. അതും പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ. ഈ മലബാർ മേഖലയിലൊന്നും അങ്ങനെ ക്ലബ്ബുകൾ ആഘോഷം സംഘടിപ്പിക്കാൻ സാധ്യത കുറവാണ്. തെക്കൻ ജില്ലകളിലായിരിക്കും ആഘോഷങ്ങൾ, എന്തെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങളെങ്കിലും നടക്കുന്നത്. അവിടങ്ങളിൽ ഇങ്ങനെ നടന്നാലോ, ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് പോലെ മൈക്ക് സെറ്റിന് അനുമതി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇത് നടത്താൻ പാടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറയുക, സർക്കാർ ഇങ്ങനെ വിലക്കിയിട്ടുണ്ടെന്ന്. സർക്കാർ അങ്ങനെയല്ല വിലക്കിയത്. സർക്കാർ പറഞ്ഞത് സർക്കാരിൻ്റെ വാരാഘോഷം ഇല്ലെന്നാണ്. അല്ലാതെ നിങ്ങൾ നാടകം കളിക്കരുതെന്നല്ല, നിങ്ങൾ ഗാനമേള നടത്തരുത് എന്നല്ല, നിങ്ങൾ മിമിക്രി നടത്തരുത് എന്നല്ല, നിങ്ങൾ ചെണ്ടമേളം നടത്തരുത് എന്നല്ല. അതുകൊണ്ട് ഇത്രയും ആളുകളുടെ, ഞാൻ പറഞ്ഞു വരുന്നത് കലാഗ്രാമം മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അവർ സങ്കട ഹർജി പോലെ ഒരു കത്തയച്ചിട്ടുണ്ട്. ഇത്രയും കലാകാരന്മാർ പട്ടിണിയിലാകും. കോവിഡ് കാലത്തും പ്രളയകാലത്തുമൊക്കെ ഇവർ പട്ടിണിയിലായിരുന്നു. ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇതെല്ലാ ആളുകളും ടെലിവിഷൻ സ്റ്റാർസ്മാരൊന്നുമല്ല. ഈ കുറേ ആളുകളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന ആളുകൾ പറയും എല്ലാ മിമിക്രി താരങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന നാടക ആർട്ടിസ്റ്റുകളൊക്കെ ടെലിവിഷനിൽ പരിപാടി അവതരിപ്പിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ പറയും. ആകെ കുറച്ചു പേർ, ഒരു വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ടെലിവിഷനിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നത്. ബാക്കി ആളുകളൊക്കെ സ്റ്റേജിൽ കയറി മൈക്കിന് മുന്നേ തൊണ്ട പൊട്ടി വിളിച്ച്, അല്ലെങ്കിൽ മൈക്കിന് മുന്നേയും ആളുകൾക്ക് മുന്നേയും ഇത് തമാശകൾ അവതരിപ്പിച്ചും കോമാളി വേഷം കെട്ടിയും നാടകം അഭിനയിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്, അവരുടെ കുടുംബം പുലർത്തുന്നത്. അതൊന്നും പലരും കാണുന്നില്ല. കാരണം ആളുകളൊക്കെ എപ്പോഴും ടെലിവിഷന് മുന്നേയും വലിയ സ്ക്രീനിന് മുന്നേയും ആളുകളെ കണ്ടും അല്ലെങ്കിൽ കലാപരിപാടികൾ ആസ്വദിച്ചും മൊബൈൽ കണ്ടും ഇരിക്കുന്നു. ഇങ്ങനെയുള്ള പൊതുവേദികളിൽ, അതായത് ഇത്തരം വേദികളിൽ ആളുകൾ നാടകം കാണാൻ പോകുന്നത് തന്നെ ചുരുക്കമാണ്. അങ്ങനെ ആളുകൾ പോകുന്ന ഇത് തന്നെ ചുരുങ്ങി വരുമ്പോൾ ഇത് വിലക്കാനും കൂടി തുടങ്ങിയാലോ? ഉത്സവ വേദികളിലേക്ക് തന്നെ ആളുകൾ എത്തുന്നത് കുറഞ്ഞ് ആളുകൾ മൊബൈലിലേക്കും വീടിനകത്ത് ഹോം തിയേറ്ററുകളിലേക്കും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിലേക്കും ഒക്കെ ഒതുങ്ങി വരുമ്പോൾ അങ്ങനെ ആളുകൾ തന്നെ ഈ ഉത്സവ വേദികളിൽ തന്നെ ആളുകൾ ചുരുങ്ങി വരുമ്പോൾ ഉത്സവ വേദികൾ തന്നെ വേണ്ടെന്ന് വെക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉത്സവ പറമ്പേ വേണ്ട, അവിടെ ആഘോഷമേ വേണ്ട എന്ന തരത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസുകാരുമൊക്കെ ഇടപെടാൻ തുടങ്ങിയാൽ വളരെ വളരെ ഹൃദയഭേദകമായിരിക്കും ഇവരുടെ അവസ്ഥ. ഇവരെ ആത്മഹത്യയിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ തള്ളിവിടുന്ന അവസ്ഥയായിരിക്കും, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് ഓണപരിപാടികൾ നടത്താൻ ക്ലബ്ബുകൾക്കും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്ക് അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകണം. മൈക്ക് സെറ്റ് വയ്ക്കാൻ പോലീസുകാരും അനുമതി നൽകണം. ഈ കലാഗ്രാമം പോലുള്ള ഈ ചെറിയ ചെറിയ സംഘടനകളൊക്കെ ഈ സങ്കട ഹർജിയുമായി വരുമ്പോൾ അതൊക്കെ പരിഗണിക്കാൻ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും തയ്യാറാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.